വെൽക്കം ടു പോളിടെക്നിക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു ഓൾഡ് ജനറേഷൻ പി സി നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഡ്യുവൽ കോറും സെൽറോണും i3 ഓൾഡ് ജനറേഷൻ എല്ലാം ഉള്ള H61 മദർ ബോർഡെല്ലാം വരുന്ന ഒരു പഴയ മോഡൽ സിസ്റ്റം, ഒരു 10 വർഷത്തോളം പഴക്കമുള്ള സിസ്റ്റത്തിന് നമുക്ക് വിൻഡോസ് 10ഉം വിൻഡോസ് 11ഉം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ പുതിയ സിസ്റ്റം ആക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക്, നോർമൽ ഹാർഡ് ഡിസ്ക് ആയിരിക്കും അതിനകത്തുള്ളത്. ഹാർഡ് ഡിസ്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് SSD അല്ലെങ്കിൽ NVMe SSD നമ്മൾ ഇതിനകത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സിസ്റ്റം മാക്സിമം സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു കണ്ടീഷനിലായിരിക്കും നമ്മുടെ പഴയ ഒരു സിസ്റ്റം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ഹാർഡ് ഡിസ്ക്കാണ്, നോർമൽ ഒരു ഹാർഡ് ഡിസ്കിലേക്കായിരിക്കും നമ്മൾ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ വിൻഡോസ് 7 ആയിരിക്കാം. WD-യുടെ ഒരു ഹാർഡ് ഡിസ്ക്കാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ഒരു WD-യുടെ ഹാർഡ് ഡിസ്കിൽ മാത്രമാണ് ഇതിനകത്ത് വോയിസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് NVMe SSD ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമൽ SSD ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്കിനേക്കാളും 5 മടങ്ങ് നമുക്ക് നോർമൽ SSDക്ക് സ്പീഡ് ഉപയോഗിക്കാം. മറ്റേ NVMe ആകുമ്പോൾ 20% വരെ നമുക്ക് എക്സ്ട്രാ സ്പീഡ് കിട്ടും. നമുക്കൊരു 8GB ആണ് മിനിമം ഒരു റാം വേണ്ടത്. വിൻഡോസ് 10 ഒക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് 2GB 4GB എല്ലാം ഉള്ളത് നമ്മളൊരു 8ലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. DDR3 DDR4 അതെല്ലാം DDR2 സ്ലോ ആയിരിക്കും. DDR3 മുതലുള്ളതായിരിക്കും നമുക്ക് നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റുക. H61 H81 H110 അങ്ങനെ മുകളിലേക്ക് ഹാർഡ് ഡ്രൈവ് അതിനേക്കാൾ ഒരു 5 ഇരട്ടിയോളം നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്ക്, നോർമൽ SSD, അതുപോലെ 20 മടങ്ങോളം NVMe SSD. ഇതുപോലെയാണ് നമ്മുടെ NVMeയുടെ സ്ലോട്ട്. പഴയ മദർ ബോർഡിൽ ഇല്ലെങ്കിൽ നമുക്കത് അതിനും ഓപ്ഷനുണ്ട്. നമുക്ക് NVMe SSD ഉപയോഗിക്കാവുന്ന കാർഡുകൾ നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. ഒരു 500-600 ആ ഒരു റേഞ്ചിൽ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ മറ്റ് ഓഫ്ലൈൻ സ്റ്റോറുകളിലും എല്ലാം കിട്ടുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഇടുന്ന സ്ലോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. NVMe ഏതെങ്കിലും ഒരു മോഡൽ എടുക്കുക, 128GB 256GB ഒരെണ്ണം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബൂട്ടബിൾ ആക്കിയിട്ടുള്ള പെൻഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ആ ഒരു കാർഡിന് നമുക്ക് വരുന്നത് 500-600 ആ ഒരു റേഞ്ചിലാണ്. പ്ലസ് നമ്മുടെ NVMe SSDക്കുള്ള റേറ്റ് വേറെ വരും. നമ്മൾ ഒരു കാർഡ് അഡാപ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സ്ലോട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഗ്രാഫിക്സ് കാർഡ് ഇടുന്ന സ്ലോട്ടിലാണ് നമ്മൾ ഇടേണ്ടത്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PCI സ്ലോട്ടിൽ ഉപയോഗിക്കുന്ന മോഡലും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്ലോട്ടിൽ ഉപയോഗിക്കുന്ന മോഡലാണ് കാണിക്കുന്നത്. അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മുടെ ഹാർഡ് ഡ്രൈവിലേക്കുള്ള സാറ്റ കണക്ഷൻ റിമൂവ് ചെയ്യുന്നു. നമ്മൾ ബൂട്ടബിൾ ആക്കുന്ന പെൻഡ്രൈവിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൂട്ടബിൾ ആക്കിയ ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ച് വിൻഡോസ് 10 നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് കീയോ F12 F10 ഒക്കെ ആയിരിക്കും ബൂട്ടബിൾ മെനു ആയിട്ട് പല സിസ്റ്റത്തിലും വരുന്നത്. നമ്മളത് എടുക്കുക, അതിനകത്ത് നിന്ന് ബൂട്ടബിൾ പെൻഡ്രൈവ് വെച്ച് ലോഗിൻ ചെയ്ത് ബൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്കിനകത്ത് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 50GB എല്ലാം മിനിമം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്പേസായി. ഒരു 50GB മിനിമം ഇട്ട് C ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. OS ഇൻസ്റ്റാൾ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ഫോട്ടോഷോപ്പോ കോറൽ ഡ്രോയോ ഓഫീസിൻ്റെ പുതിയ വെർഷനുകളോ അതേപോലെ വീഡിയോ എഡിറ്റിങ്ങിന് അത്യാവശ്യം ഉപയോഗിക്കുന്ന മോഡലുകളോ എല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നിലവിൽ നമ്മളത് ബൂട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെപ്പെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് സ്പീഡ് വ്യത്യാസം അറിയാൻ പറ്റും. ഇനി NVMeയുടെ കാർഡെല്ലാം വാങ്ങുമ്പോഴാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നോർമൽ ഹാർഡ് ഡിസ്ക് മാറ്റി നോർമൽ SSD ആക്കിയാൽ തന്നെ 5 മടങ്ങോളം നമുക്ക് സ്പീഡ് വ്യത്യാസം വരും. അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു SSDയുടെ റേറ്റ് മാത്രമേ വരുള്ളൂ. നമ്മൾ ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നിലവിലുള്ള ഹാർഡ് ഡിസ്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ നിന്ന് ലോഡ് ചെയ്യുന്ന രീതിയിൽ, പുതിയ SSDയിൽ നിന്ന് ലോഡ് ചെയ്യുന്ന രീതിയിൽ മറ്റത് സ്റ്റോറേജ് ഡിവൈസ് മാത്രമാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. നമ്മളിപ്പോൾ ബൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു Pentium ഡ്യുവൽ കോറാണ്. ഇതിന് പകരം നമുക്ക് i3 i5 i7 ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി സ്പീഡിൽ അത്യാവശ്യം ഗ്രാഫിക്സ് കൂടി സപ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പെൻറ്റിയത്തിനകത്ത് ഗ്രാഫിക്സ് അത്ര പോരാ. നമ്മൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറെല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ റെൻഡറിങ്ങിനൊക്കെ കുറേ ടൈം എടുക്കും. നമുക്കൊരു Excel ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ 1-2 ആപ്ലിക്കേഷനുകൾ എടുത്തിട്ടാൽ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാം. ലാഗൊന്നും നമുക്ക് വരത്തില്ല.
ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫോട്ടോഷോപ്പ് ഫയലോ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഫോട്ടോഷോപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കോറൽ ഡ്രോ ഉണ്ട്. കോറൽ ഡ്രോ 2021 വർഷം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത് യൂട്യൂബോ ഏതെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ നോക്കാം. എങ്ങനെ നോക്കിയാലും നമുക്ക് സ്പീഡ് വ്യത്യാസം പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കോറൽ ഡ്രോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അതിൽ ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പ് അത്യാവശ്യം ചെയ്യാം. വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ് പെൻറ്റിയത്തിനകത്തെല്ലാം ഒരു ചെറിയ പ്രശ്നം വരുന്നത്. ഒരു ചെറിയ ലാഗ് ഉണ്ടാവും. വീഡിയോ റെൻഡർ ചെയ്ത് വരുമ്പോൾ ഒരു ലാഗ് ഉണ്ടാവും, ഗ്രാഫിക്സ് കുറവായതുകൊണ്ട്. അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് ഇടണം. പക്ഷേ NVMe ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്ലോട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എക്സ്ട്രാ വേറൊരു ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നോർമൽ SSD ആക്കുവാണെങ്കിൽ സാധാ ഹാർഡ് ഡിസ്കിനേക്കാൾ സ്പീഡ് കൂടുകയും ചെയ്യും. നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പുതിയൊരു സിസ്റ്റം ഇപ്പോൾ 12th ജനറേഷനും 13th ജനറേഷനൊക്കെ ഒരു പുതിയ i3 i5 ഒക്കെ എടുത്ത് വരുമ്പോൾ എബോവ് 30,000 റേറ്റ് വരും. അപ്പോൾ അത്രയും പണം മുടക്കി പുതിയ സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് വരെ നിലവിലുള്ളതിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മദർ ബോർഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2,000 രൂപ റേഞ്ചിൽ തന്നെ നമുക്ക് H61 H81 മദർ ബോർഡുകൾ നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിലെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ വാങ്ങുകയാണെങ്കിലും നമുക്ക് നിലവിലുള്ള അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് NVMe SSD ഉപയോഗിക്കാനുള്ള അഡാപ്റ്റർ ഒന്നും ഉപയോഗിക്കാതെ പുതിയ മദർ ബോർഡിലെല്ലാം NVMe SSDയുടെ സ്ലോട്ട് ബോർഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് 2,000 രൂപ റേഞ്ചിൽ തന്നെ നമുക്കത് വാങ്ങാം. പ്ലസ് SSDയുടെ റേറ്റ് കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ ഉപയോഗിക്കാം. പുതിയ സിസ്റ്റം വാങ്ങുന്നതിനേക്കാളും എത്രയോ തുച്ഛമായ തുക തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റെൻഡറിങ്ങിന് ഒരെണ്ണം ഇടുന്നതാണ്. ഫിലിമോറയിൽ നമ്മൾ എഡിറ്റിങ്ങിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ റെൻഡർ ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ബ്ലാക്കായിട്ട് കുറച്ച് നേരം നിൽക്കും. ഒരു ഡിലേ വരും അവിടെ. അത് കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ലോഡായി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം. എന്നാലും സ്മൂത്തല്ല. പക്ഷേ ഒരു i3 i5 ഒക്കെ ആക്കുകയാണെങ്കിൽ പ്രോസസ്സർ കൂടി അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മളിത് നിർത്തുകയാണ്. നമുക്കിനി കൂടുതൽ അപ്ഡേഷൻസ് വേണമെങ്കിൽ പിന്നീട് പുതിയൊരു വീഡിയോയിലായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.